ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് രാധികയും വരുണും കൂടി സംസാരിക്കുന്നത് മാറി നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നേരം കേൾക്കുന്നതിന് മുന്നേ തന്നെ ഗോവിന്ദ് അവരെ മുന്നിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് ഗീതു പറയുന്ന കാര്യങ്ങളിലെല്ലാം കഴമ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം ഞാൻ നേരിട്ട് കേട്ടല്ലോ. അപ്പോഴും രാധിക പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഒന്ന് വിശ്വസിക്കും മോനെ, വരുൺ അറിയാതെ പറ്റിപ്പോയതാന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങളത് ഗീതുവിൻ്റെ മേൽ കെട്ടിവെക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. അതേസമയം രാധിക ഞെട്ടിപ്പോവാണ്. പക്ഷേ ഗോവിന്ദ് പറയുന്ന കാരണം, കുടുംബത്തിനോടുള്ള എൻ്റെ സ്നേഹം ഒരു തരി പോലും കുറഞ്ഞു പോവില്ല. അത് കേട്ടപ്പോൾ രാധികയ്ക്ക് സമാധാനമായി. കാരണം മൊത്തമായിട്ടുള്ളതൊന്നും ഗോവിന്ദ് കേട്ടിട്ടില്ല എന്ന് രാധികയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം വരുൺ ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയെ ഇടങ്ങണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ രാധിക തല കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടില്ല, ഗോവിന്ദ് അറിഞ്ഞിട്ടില്ല, സമാധാനിക്കാം എന്നൊരർത്ഥത്തിൽ വരുണിന് കാണിച്ചു കൊടുക്കുകയാണ്. ഗീതു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്നും പോകേണ്ടവളാ. രഞ്ജു ഈ ലോകത്തിനോട് തന്നെയുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോവേണ്ടവളാ. ഗോവിന്ദ് രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അവസാനം വരുണിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കരുത്. പിന്നെ രാധികയോടായിട്ട് പറയുകയാണ്, യാത്രയാകുന്നതുവരെ അവരിവിടെ സന്തോഷത്തോടെ കഴിഞ്ഞോട്ടെ. രാധികയും വരുണും ഗോവിന്ദ് പറഞ്ഞത് മൊത്തം തലതാഴ്ത്തി കേട്ട് നിന്നതേയുള്ളൂ. അതിനുശേഷം ഗോവിന്ദ് അവിടുന്ന് പോവാണ്. ഗോവിന്ദ് നീങ്ങിയപ്പോൾ തന്നെ വരുണിന് ആശ്വാസമായി. പക്ഷെ അപ്പോഴേക്കും മുറിയിലെത്തിയ ഗോവിന്ദ് വാതിൽ വലിച്ചടക്കുകയാണ്. ആദ്യമൊന്നും രാധിക ഞെട്ടിയെങ്കിലും പിന്നെ സമാധാനത്തോടെ എന്നാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ് ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ ഗോവിന്ദ് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ കിഷോർ ഈ ചെയ്യുന്ന ചതികളൊക്കെ പുറത്തേക്ക് വരുമായിരുന്നു. കിഷോറിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അമ്മ. അപ്പം ഹാപ്പി മൂഡിലാണ് കിഷോർ ഉള്ളത്. മതി എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇത്ര തവണ നിന്നോട് പറഞ്ഞതാടാ നേരത്തിനും കാലത്തിനൊക്കെ വീട്ടിൽ വരണമെന്ന്. വീട്ടിലൊരു ഗർഭിണി പെണ്ണുള്ള കാര്യം മറക്കരുത്. അപ്പം കിഷോർ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, അതുകൊണ്ടാണ് താമസിക്കുന്നത്, അവൾക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാലോ. അപ്പം അമ്മ പറയുന്നുണ്ട്, എടാ ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വ്യാക്കൂണുകൾ ഉണ്ടാകുന്ന സമയമായത്, എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് അവൾ പറയുമോ? അമ്മ ചോദിക്കുന്ന സമയത്ത് കിഷോർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളോട് പറയാൻ പറ്റാത്തത് എന്താ? അപ്പം കിഷോറിൻ്റെ പെങ്ങൾ ചോദിക്കുന്നുണ്ട്, അമ്മ ആരോടെ ഈ പറയുന്നേ? നമ്മൾ പറയുന്നതൊന്നും ഏട്ടൻ്റെ തലയിൽ കയറില്ല. അവർണിക ചേച്ചിയുടെ എന്തെങ്കിലും കാര്യത്തിൽ ഏട്ടൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം കിഷോർ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൾക്ക് പറയാലോ. അപ്പം അവൾ പറയുന്ന, അങ്ങനെ ഭാര്യ പറയാതെ തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കണം, എങ്കിലേ നല്ലൊരു ഭർത്താവാകൂ. അപ്പോഴേക്കും കിഷോർ കളിയാക്കൊണ്ട് പറയാണ്, കല്യാണം കഴിക്കാത്ത നീയാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നേ? അപ്പം അവൾ തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പം കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവൾ പറഞ്ഞത് ശരിയല്ലേ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിക്കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, ഇഷ്ടപ്പെട്ടയാൾ കൂടെ ഉണ്ടാവുകയും വേണം. അമ്മയുടെ അവസാന ഭാഗമുള്ള ആ സംസാരം കേട്ടുകൊണ്ടാണ് അവർണിക അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. അവർണിയെ കണ്ടപ്പോൾ അമ്മ മാറിക്കൊടുക്കുകയാണ്. അപ്പോൾ അവർണിക അടുത്ത് വന്നിട്ട് കിഷോറിനോട് ചോദിക്കുകയാണ്, കഴിച്ചു കഴിഞ്ഞോ? അപ്പോൾ അവർണികയോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് കിഷോർ പറയുന്നത്, നീ നേരത്തെ കഴിച്ചു കഴിഞ്ഞെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അവർണിക പറയാണ്, വിശന്നാൽ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർണികയുടെ കയ്യിൽ കിഷോറിൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർണിക അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കിച്ചുവിൻ്റെ ഷർട്ടിൽ നിൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ഒരു ഹോട്ടൽ ബില്ലാ. കിഷോർ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അത് കാണുന്ന സമയത്ത് കിഷോറിൻ്റെ പെങ്ങളും അമ്മയൊക്കെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. അപ്പം അവർണിക ചോദിക്കുകയാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഷോർ ഈ പേരിലാണ് റൂം എടുത്തിരിക്കുന്നത്. തലതാഴ്ത്തി നിൽക്കുകയാണെങ്കിലും കിഷോറിന് മുന്നിൽ ആ കൗശലഭാവം വരുന്നുണ്ടായിരുന്നു. കാരണം എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ്. അത് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിഷോർ വിജയിച്ചൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. അമ്മയും പെങ്ങളും കിഷോറിനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർണിക പറയാണ്, ഞാൻ കിച്ചുവിൻ്റെ കൂടെ ഒരു ഹോട്ടലിലും വന്ന് താമസിച്ചിട്ടില്ല. പിന്നെ ഏത് മിസ്സിസാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ? അപ്പോഴേക്കും കിഷോർ ഭക്ഷണം കഴിക്കുന്നിടത്ത് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, ഇതിന് മറുപടി തന്നിട്ട് പോയാൽ മതി. അപ്പോൾ കിഷോർ പറയാ, കൈ കഴുകട്ടെ. കിഷോർ കൈ കഴുകുന്ന ആ സമയം അത്രയും അമ്മയും പെങ്ങളും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ കിഷോർ ഗ്ലാസ്സിന് മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊരു സന്തോഷമാവുകയാണ്. കാരണം വിചാരിച്ചതുപോലെ തന്നെ പ്ലാൻ വർക്കൗട്ട് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈ കഴുകി തുടച്ചതിന് ശേഷം അവർണികയോട് പറയാണ്, വാ റൂമിലോട്ടേക്ക് പോവാം. അപ്പോൾ അവർണിക ദേഷ്യത്തോട് പറയും, എനിക്കിപ്പം മറുപടി അറിയണം. അപ്പോൾ കിഷോർ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയാണ്, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് തനിച്ച് ചോദിക്കണം, അല്ലാതെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ചിട്ടല്ല ചോദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അമ്മയും തട്ടിക്കയറി ചോദിക്കുന്നുണ്ട്, എടാ ഞങ്ങളോട് ഒളിച്ചു വെക്കാൻ നിനക്ക് എന്താടാ ഉള്ളത്? അപ്പം കിഷോറിൻ്റെ പെങ്ങളും പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഇവിടെ സംഭവിക്കുന്നതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ കിഷോർ അമ്മയോടായിട്ട് പറയാണ്, ഇവൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്നെ സംശയിക്കരുത്, ഇവക്ക് സംശയരോഗ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വെറുതെ ദ്രോഹിക്കുക. അവർണികയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് കിഷോർ പറയാണ്. അപ്പോൾ കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് വാങ്ങിച്ചിട്ട് അവർണിക ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ സംശയത്തിൻ്റെ പേരിലുണ്ടാക്കിയ ബില്ലാണോ? കിഷോർ തെറ്റ് ചെയ്ത ഭാവത്തിൽ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം അവർണിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ സമയത്ത് കിച്ചുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് എനിക്കറിയണം. അപ്പോൾ കിഷോർ ദേഷ്യത്തോടെ പറയാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ മാനസിക പീഡന, നിനക്കെന്നെ വേണ്ടെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്യ്. അവർണിക ഷോക്കായിട്ട് നിൽക്കുകയാണ് കിഷോറിൻ്റെ മറുപടി കേട്ടിട്ട്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, അല്ലാതെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി എന്നോട് വഴക്കിടാൻ വന്നാൽ
ഞാൻ സമ്മതിച്ച് തരില്ല. അതും പറഞ്ഞ് കിഷോർ മുകളിലേക്ക് പോവുകയാണ്. അപ്പം കിഷോറിൻ്റെ അമ്മ അവർണികയോട് ചോദിക്കുന്നുണ്ട്, ആരുടെ കൂടി അവൻ മുറിയെടുത്ത് താമസിച്ചതെന്ന് അറിയാമോ മോളെ? പക്ഷേ മറുപടിയൊന്നും പറയാതെ അവർണികയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവർ പേടിച്ച് പിന്മാറുകയാണ്. മുകളിലെത്തിയ സമയത്ത് കിഷോർ ഒരു കൗശലഭാവത്തിൽ ചിരിക്കുകയാണ്. ഗീതുവിനോട് എനിക്ക് മുൻപുണ്ടായിരുന്ന പ്രണയം അമ്മയോ ശ്രീജയോ ഈ സമയത്ത് അവർണികയോട് പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ ഉഷാറാവും. ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടാണ് കിഷോർ ചിന്തിക്കുന്നത്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, ഏട്ടൻ ആരുമായിട്ട് ബന്ധമുണ്ടെന്നാ ചേച്ചി സംശയിക്കുന്നേ? പക്ഷെ അതിന് മറുപടി പറയാതെ പിറുപിറുത്തുകൊണ്ട് അവർണിക പറയുന്നുണ്ട്, ഇനി ഒരുത്തിക്കും ഞാനവനെ വിട്ടുകൊടുക്കില്ല. എൻ്റെ കൈകൊണ്ട് അവൻ്റെ മരണം. അത് കേൾക്കുന്ന സമയത്ത് അമ്മയും ശ്രീജയും ഒരുപോലെ ഞെട്ടുകയാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങ് അവസാനിക്കും. ഗീതു മുറിയിലെ കട്ടിലിനോട് ചാരിയിരുന്ന് ഗോവിന്ദ് ഉറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. പക്ഷെ ഗീതു തന്നെ ഉറങ്ങിപ്പോവുകയാണ്. ഉറങ്ങി താഴത്തേക്ക് വീഴാൻ പോകുമ്പോഴേക്കും ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഗോവിന്ദ് അവിടെ ഇരിക്കുന്നുണ്ട് ബെഡിൽ. അപ്പോൾ ഗീതു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈ മനുഷ്യന് ഉറക്കമൊന്നും ഇല്ലേ? ഗോവിന്ദാണെങ്കിൽ തല താഴ്ത്തി വെച്ചിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഉറങ്ങാതെ എങ്ങനെ ധ്യാനിൻ്റെ നമ്പർ എടുക്കും? ഗീതു ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, പാതി രാത്രി കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഇങ്ങേരെ ഉറങ്ങുക? ഇങ്ങേരെ കുറച്ച് മദ്യപിച്ചാലേ വേഗം കിടന്ന് ഉറങ്ങുള്ളൂ. വെറുതെ അല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോഴും ഗോവിന്ദ് ഗീതുവിന് ഓപ്പോസിറ്റായിട്ട് തലയും താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഉറക്കത്തിൻ്റെ താളെല്ലാം തെറ്റി. ഇനി എങ്ങനെയെങ്കിലും എൻ്റെ ബാലഗോപാലനെ ഒന്ന് ഉറക്കണമല്ലോ. വെറുതെ ഒന്ന് ശ്രമിച്ച് നോക്കാം. അതും പറഞ്ഞ് ഗീതു മെല്ലെ കിടക്കയിൽ കൂടെ നിരങ്ങിപ്പോയി ഗോവിന്ദിനെ പിന്നിൽ ചെന്നിട്ട് വിളിക്കുകയാണ്, കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട്, എന്താടാ? അപ്പോൾ ഗീതു സ്വയം വിചാരിക്കുകയാണ്, ഛേ അയ്യേ, എൻ്റെ വിളിയുടെ മൂഡ് മാറിപ്പോയോ? ഏയ്, അത് കറക്റ്റാ. കണ്ണേട്ടൻ വിളി കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. അതിനുശേഷം ഗീതു ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉറക്കമുളച്ചിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നേ? അക്കൗണ്ടൻറ്റ് ചെയ്തോളൂലേ? എന്നിട്ട് ഗോവിന്ദിന് ഫ്രണ്ടിലായിട്ട് വന്നുകൊണ്ട് ഗീതു സംസാരിക്കുകയാണ്, അതെ, ഇന്ന് പകൽ മുഴുവൻ ഓരോരോ കാര്യങ്ങളുമായിട്ട് അലച്ചിലല്ലായിരുന്നോ? ശരീരം നോക്കാതെ ഇങ്ങനെ ജോലി ചെയ്യണ്ട, വന്ന് കിടക്ക്. അപ്പോൾ ഗീതു നോക്കുന്ന സമയത്ത് ഗോവിന്ദ് അതുപോലെ തന്നെ തല താഴ്ത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗീതു ഏന്തി നോക്കുന്ന സമയത്ത് ഗോവിന്ദ് കണ്ണടച്ചിട്ടാണുള്ളത്. അപ്പോൾ ഗീതു മനസ്സിൽ ഒറ്റയ്ക്ക് തന്നെ പറയാണ്, ആഹാ, ഞാനൊരു ഉറക്കം തൂങ്ങിയോടായിരുന്നു ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല ബോധമില്ലാത്ത രീതിയിലാണ് ഗോവിന്ദ് ഉറങ്ങുന്നത്. അപ്പോൾ ഗീതു വിളിക്കുന്നുണ്ട്, ഹലോ സ്ലീപ്പിംഗ് ബോയ്. എന്നിട്ട് ഗോവിന്ദിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു നോക്കുകയാണ്, ഗോവിന്ദ് അറിയുന്നുണ്ടോ നോക്കാൻ വേണ്ടി. എന്നിട്ട് ചെറുതായ ശബ്ദത്തിൽ പറയുന്നുണ്ട്, ചെറിയൊരു കള്ളത്തരം കാണിക്കുവാണേ, ഒന്നും തോന്നരുത്, സോറി. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് ഗോവിന്ദിൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി കൈ തൊട്ടതും ഗോവിന്ദ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? അത് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് കരുതിയാ? അപ്പോൾ ഗോവിന്ദ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അയ്യോ, എനിക്കിപ്പോൾ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഗീതു ആകെ ചമ്മയാണ്. ആ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ പോയിരിക്കും. അപ്പോൾ ഗീതു അവിടെ പോയി ചമ്രം പാടിഞ്ഞിരുന്ന കണ്ടപ്പം ഗോവിന്ദ് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ, എന്നെ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഗീതു ചോദിക്കും, എന്ത് പ്രതീക്ഷിക്കാൻ? അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നു, അതല്ല, ഈ വർക്ക് തീരാനേ ഒരു 2-3 മണിക്കൂറൊക്കെ ആവും. ഗീതു കിടന്നോ? അപ്പോൾ ഗീതു പിറുപിറുക്കുകയാണ്, കിടന്നാലൊന്നും എൻ്റെ ജോലി നടക്കില്ല. നിൻ്റെ ജോലിയോ? എന്ത് ജോലി? ഗോവിന്ദ് സംശയത്തോട് ചോദിക്കുകയാണ്. ഗീതുവിന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഗീതു ഒരു ഡയലോഗ് തട്ടിക്കാച്ചാണ്, ഭർത്താവ് ഉണർന്നിരിക്കുമ്പോൾ ഭാര്യയും കൂടെ ഇരിക്കണ്ടേ, അതാണ് എൻ്റെ ജോലി. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ്, അതല്ലല്ലോ, ജോലി ചെയ്യുന്ന എന്നെ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ നിൻ്റെ ജോലി. അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ തലക്ക് തട്ടിക്കൊണ്ട് പറയാണ്, മര്യാദയ്ക്ക് മിണ്ടാതെ കിടന്നോ, പോ അവിടുന്ന് എന്ന് പറഞ്ഞ് ഗീതു പുതപ്പൊക്കെ പുതച്ച് കിടക്കുകയാണ്. അതെ, ഉറങ്ങുന്നതൊക്കെ കൊള്ളാം, കൂർക്കം വലിക്കരുത്, മൂക്കിൽ പഞ്ഞി വെക്കും ഞാൻ, ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാനാ ചൊറിയാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ചൊറിയാൻ വരുന്നോ? അപ്പം ഗോവിന്ദ് പറയാണ്, ചിലക്കാതെ കിടക്ക് ചീവീടെ. ദേ, എന്നെ ചീവീടെന്ന് വിളിച്ചാലുണ്ടല്ലോ. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ട്, എണീക്കല്ലേ, കിടന്നോ 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 എന്ന് പറഞ്ഞ് ഗീതുവിനെ വീണ്ടും അവിടെ തന്നെ കിടത്തുകയാണ്. എന്നിട്ട് ഗീതുവിന് പുതപ്പൊക്കെ പുതച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇതും കൂടെ പുതച്ചിട്ട് കിടന്നോ. ഗീതു വേഗം തിരിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് അലാറം വെക്കുന്നുണ്ട്. സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റിട്ട് ധ്യാനിൻ്റെ നമ്പർ പൊക്കാം, അല്ലാതെ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഗീതു കിടന്നുറങ്ങുകയാണ്. 5 മണിക്ക് അലാറം അടിയുന്ന സമയത്ത് ഗീതു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഉറക്കച്ചടവിൽ സ്വയം പറയാണ്, ഞാനെന്തിനാ 5 മണിക്ക് അലാറം വെച്ചേ? എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു പറയും, ആ ധ്യാനെ വിളിക്കാൻ. ഗീതു എണീറ്റ് നോക്കുന്ന സമയത്ത് ഗോവിന്ദ് തൊട്ടരികിൽ തന്നെ നല്ല ഉറക്കത്തിലാണ്. ഫോൺ എവിടെയും തപ്പുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ കൈക്കരിയിൽ തന്നെ കാണുന്നുണ്ട്. ആ ഒരു സന്തോഷത്തോടു കൂടി ഗീതു മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേൽക്കുകയാണ്. ഗീതു ഗോവിന്ദിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ഫേസ് ലോക്കിലാണുള്ളത്. ഇത് ഫേസ് ലോക്കാണല്ലോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഗീതു ഇങ്ങനെ പരിഭ്രമിക്കുകയാണ്. അതിനുശേഷം ഉറങ്ങിക്കിടക്കുന്ന ഗോവിന്ദിൻ്റെ മുഖത്തിന് നേരെ ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീതു സ്വയം വിചാരിക്കുകയാണ്, ഇതെന്താ ഫേസ് ലോക്ക് എടുക്കാത്തത്?
ഇനി മുഖത്ത് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിച്ചിട്ട് ഗീതു ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ഗീതുവിൻ്റെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഗോവിന്ദിൻ്റെ ഫോൺ ഗോവിന്ദിൻ്റെ മുഖത്തിന് നേരെ വെക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഗീതു വെളിച്ചടിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഗോവിന്ദ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ഫോൺ നോക്കുന്ന സമയത്താണ് ഫോൺ അൺലോക്ക് ആവുന്നത്. ശരിക്കും ഈ ഫേസ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഗോവിന്ദ് ഉറക്കത്തു നിന്ന് നോക്കുന്ന സമയത്ത് മുന്നിൽ ഭയങ്കര പ്രകാശം പോലെയാണ് തോന്നുന്നത്. ശരിക്കും അത് ഫോണിൻ്റെ ഫ്ലാഷ് ആയിരുന്നു. പക്ഷേ ഗോവിന്ദ് ഉറക്കത്തിൽ സ്വപ്നത്തിലാണെന്ന് കരുതിയിട്ട് വിചാരിക്കുകയാണ്. സ്വയം പിറുപിറുത്ത് പറയുന്നുണ്ട്, പോവരുത്, ഇവിടുന്ന് പോവരുത്, എന്നെ വിട്ട് പോവരുത്. അപ്പോൾ ഗീതു എന്തൊക്കെയാ ഈ കണ്ണട്ടൻ പറയുന്നത് എന്നൊരർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഉറക്കത്തിൽ തന്നെ പിച്ചുമ്പയും പറയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ അരികിലേക്ക് വന്ന പ്രകാശമേ, എന്നെ വിട്ട് പോകരുത്, പോകരുത്. അതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് ചിരി വരികയാണ്. എന്തോ സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു. ഗീതു സ്വയം പറഞ്ഞ് ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഗീതുവിൻ്റെ പ്രകാശം പോകുന്നതനുസരിച്ച് ഗോവിന്ദ് ഇങ്ങനെ ആ പ്രകാശത്തെ നോക്കിക്കൊണ്ട് എണീക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ഇരുട്ടത്ത് ഗീതുവിൻ്റെ ഫോണിൻ്റെ വെളിച്ചം കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുത പ്രകാശം വന്നതുപോലെയാണ് തോന്നുക. ഗീതു വാതിലടച്ചപ്പോൾ പ്രകാശം മാഞ്ഞപ്പോൾ ഗോവിന്ദ് വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. ഗീതു പുറത്തിറങ്ങിയിട്ട് ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെയൊക്കെ ഇരുടാണ്. അപ്പം കാഞ്ചന രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് വരുന്ന സമയത്ത് കാണുന്നത് ഒരു വെളിച്ചം മാത്രം നടന്നു വരുന്നത് പോലെയാണ്. പേടിയോടുകൂടി കാഞ്ചന ചുവരിനെ ചാരി നിൽക്കുകയാണ്. അപ്പോഴേക്കും അത് കണ്ടിട്ട് ഗീതു വെറുതെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കാഞ്ചനേൻ്റെ അരികിലേക്ക് വന്നിട്ട് ഒരു ഫോണിൽ ഫ്ലാഷ് അടിക്കും, മറ്റേ ഫോൺ ഗീതുവിൻ്റെ നേരെ മുഖത്തിന് നേരെ വെക്കുകയും ചെയ്യും. അങ്ങനെ കാണുമ്പോൾ ശരിക്കും പ്രേതത്തിനെ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗീതു പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. കാഞ്ചനനെ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു തമിഴിലൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നാൻ ദാൻ. അപ്പോൾ പ്രേതത്തിന് നേരെ കൂപ്പ് കൈയൊക്കെ കൊടുത്തതിന് ശേഷം കാഞ്ചന അവിടെ ബോധം കെട്ട് വീണാണ്. അപ്പം ഗീതു കളി കാര്യമായോ എന്നൊരർത്ഥത്തിൽ കാഞ്ചനക്ക കാഞ്ചനക്ക എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്ക എണീക്കക്ക, ഞാനാ ഇത് ഗീതു എന്നൊക്കെ പറയുകയാണെങ്കിലും കാഞ്ചന ബോധം കെട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഗീതു ലൈറ്റ് ഇട്ടിട്ട് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നിട്ടൊന്നും കാഞ്ചന എഴുന്നേൽക്കുന്നില്ല. ഗീതു ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരിതെല്ലാം നശിപ്പിക്കും, ആവശ്യമില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബോധം കെട്ട് വീഴുകയും ചെയ്തു. കുറേ നേരം വിളിച്ചിട്ട് അവർ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗീതു മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് സ്വയം പറയാനുണ്ട്, എസ്കേപ്പ് ആകാം, അതാ നല്ലത്. കാഞ്ചന അപ്പോഴും ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പം ഗീതു നേരെ പോയി പുറത്തിറങ്ങിയതിന് ശേഷം ധ്യാൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. ധ്യാൻ ഫോൺ എടുത്തപ്പോൾ തന്നെ ഗീതു പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഇന്ന് വിളിച്ച ഗോവിന്ദിൻ്റെ വൈഫാണ് ഞാൻ, പേര് ഗീതാഞ്ജലി. അപ്പോഴേക്കും ധ്യാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, രഞ്ജുവിൻ്റെ അവസ്ഥ എന്താ, അവൾക്ക് സീരിയസ് ആണോ? അപ്പം ശബ്ദം താഴ്ത്തിയിട്ട് ഗീതു പറയുന്നുണ്ട്, രഞ്ജു ഇപ്പോൾ നോർമലാ, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും ഉടനെ കൊണ്ടുവരാൻ പറ്റില്ല, ICUവിൽ നിന്നും ഇന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത്? ഞാൻ അവിടേക്ക് വരില്ലെന്ന് ഞാൻ വിജയലക്ഷ്മി മേഡത്തോടും ഗോവിന്ദ് സാറിനോടും പറഞ്ഞതാണല്ലോ. അപ്പം ഗീതുവും പറയുന്നുണ്ട്, കാനഡയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു രാത്രി വന്നിട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അവിടെ ഇപ്പോൾ സന്ധ്യ ആവുന്നതേ ഉണ്ടാവൂ, ഇവിടെ പുലർച്ചെയും. ഈ ഒരു അന്തരം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു, അത് മനഃപൂർവ്വമല്ലെന്ന് ധ്യാനും അറിയാം. അപ്പം ധ്യാൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, സോറി, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ ധ്യാൻ, നിങ്ങൾക്ക് രഞ്ജുവിനോട് വെറുപ്പാണോ? അപ്പം ധ്യാൻ ചോദിക്കുന്നുണ്ട്, മാഡത്തിന് അവളുടെ അസുഖത്തെക്കുറിച്ച് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗീതു പറയാണ്, അതറിയാവുന്നത് കൊണ്ടാണല്ലോ എനിക്ക് അവളോട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ. അപ്പം ധ്യാൻ ഇമോഷണലായിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അവൾ ഒരിക്കലും തേടി വരാത്തത്രയും അകലേക്ക് ഞാൻ വന്നത്. അത് കേൾക്കുന്ന ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഗീതു ചോദിക്കുന്നത്, ധ്യാൻ, നിങ്ങൾ ശരിക്കും രഞ്ജുവിൻ്റെ ആരാ? അപ്പം ധ്യാൻ പറയുന്നുണ്ട്, ശിവരഞ്ജനി എനിക്ക് ആരായിരുന്നു എന്ന് ഗോവിന്ദ് സാർ പറഞ്ഞില്ലേ? അപ്പോൾ ഗീതു പറയാ, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇമോഷണലായിക്കൊണ്ട് തന്നെ ധ്യാൻ പറയാണ്, അവളായിരുന്നു എൻ്റെ എല്ലാം. ധ്യാൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ മുഖത്തങ്ങോട്ട് ആഹ്ലാദം വിരിയാണ്. അപ്പം ധ്യാന് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം വരെ നിശ്ചയിച്ചതാണ്. ഗീതുവിന് അടുത്ത ഷോക്കായിരുന്നു അത്. അപ്പോഴാ അവളുടെ രോഗത്തെക്കുറിച്ച് അറിയുന്നേ. രഞ്ജുവിന് വിവാഹ ജീവിതം സാധ്യമല്ലെന്ന് അവളുടെ അമ്മ വിജയലക്ഷ്മി മേഡവും അതുപോലെ തന്നെ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുമെല്ലാം ഉറപ്പു പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്മാറിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മരിക്കുന്നതുവരെ അവളുടെ രോഗം എന്താണെന്ന് അവൾ അറിയരുതെന്ന്. അവളെ ചതിച്ചിട്ടുള്ള ഒരുവനായിട്ട് എന്നെ കണ്ട് അവൾ ആ പ്രതികാരത്തോടെ ജീവിക്കുമെന്ന് കരുതി. അതൊക്കെ ഗീതുവിന് പുതിയ അറിവുകളും ഷോക്കുമായിരുന്നു. അപ്പം ധ്യാൻ പറയുന്നുണ്ട്, രഞ്ജുവിൻ്റെ വിവരങ്ങൾ പറയാൻ ഗോവിന്ദ് സാർ വിളിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും തളർന്നു പോയത്. രഞ്ജു ഇപ്പോഴും എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണെന്ന് ഗോവിന്ദ് സാർ പറഞ്ഞു. എന്നെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും. ഗീതു ശരിക്കും വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. കാരണം ഇതുവരെ മനസ്സിൽ കണ്ടുവച്ചതോ സംഭവിച്ചതോ അറിഞ്ഞതോ ഒന്നുമല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജുവും ഗോവിന്ദേട്ടനും തമ്മിൽ വേറൊരു തരത്തിലുള്ള റിലേഷനും അല്ല, ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്നുള്ളത് ഗീതുവിന് കൂടുതൽ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ധ്യാൻ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ഭർത്താവായി വരുന്നതും കാത്ത് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണെന്ന്. ഗീതുവിൻ്റെ മനസ്സിൽ ഒരുപാട് നക്ഷത്രങ്ങൾ മിന്നുകയാണ്. ഗീതു വിചാരിക്കുന്നുണ്ട്, അപ്പോൾ രഞ്ജു ശരിക്കും
ധ്യാനിന് വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണ. കണ്ണേട്ടൻ അവളുടെ വെറും സുഹൃത്ത് മാത്രമാണ്. ആ സന്തോഷമൊന്നും ആരോടെങ്കിലും പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി ഗീതുവിൻ്റെ മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വിചാരിച്ചതേ അല്ല എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ആങ്സൈറ്റി അത്രയ്ക്ക് അധികമാണ്. കാരണം കണ്ണേട്ടന് വേറൊരു അവകാശി കൂടി വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ് ഉണ്ടായിരുന്നത്. വിജയലക്ഷ്മിയോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ മാറിക്കൊടുക്കാമെന്ന്. പക്ഷെ ഇതൊന്നുമല്ല. ധ്യാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് രഞ്ജു മനസ്സിൽ സൂക്ഷിക്കുന്നത്, സ്നേഹിക്കുന്നതെന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഗീതു ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ശരിക്കും ആ സമയം മനസ്സുകൊണ്ട് ഗീതു ഡാൻസൊക്കെ ചെയ്യുകയാണ്. അത്രയും പ്രതീക്ഷിക്കാത്ത സന്തോഷമാണ്. ഗീതുവിന് ആ സന്തോഷം അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇങ്ങനെ ഗീതു ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ധ്യാൻ പെട്ടെന്ന് മറുതലക്കിലും ചോദിക്കുന്നുണ്ട്, ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പെട്ടെന്ന് ഗീതു ഫോണിൽ ആളുണ്ട് എന്നുള്ളൊരു ഓർമ്മയിലേക്ക് വരികയാണ്. ആ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതിനുശേഷം ഗീതു ഒരുപാട് കാര്യങ്ങൾ ധ്യാനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ധ്യാൻ ചോദിക്കുന്നുണ്ട്, അല്ല അതിപ്പോൾ ഞാൻ എന്നൊക്കെ പറയുകയാണെങ്കിലും ഗീതു വളരെ സീരിയസ് ആയിട്ട് പറയാണ്. എങ്ങനെയായാലും ധ്യാൻ തീരുമാനം എന്തായാലും ധ്യാൻ ഒരിക്കൽ ഇവിടെ വരെ വന്നിട്ടൊന്ന് പോവോ പ്ലീസ്, ഇതെൻ്റെ റിക്വസ്റ്റാ. ഗീതു കെഞ്ചിക്കൊണ്ടാണ് പറയുന്നത്. അവസാനം ധ്യാനും പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ടിക്കറ്റ് നോക്കാം. സന്തോഷത്തോടെ നന്ദി പറഞ്ഞതിന് ശേഷം ഗീതു പറയുന്നുണ്ട്, ആ പിന്നൊരു കാര്യം, ധ്യാൻ വരുന്നതും രഞ്ജുവിനെ കാണുന്നതുമായ കാര്യങ്ങൾക്കെല്ലാം ഇനി എന്നെ മാത്രം വിളിച്ചാൽ മതി, മറ്റാർക്കും ഒരു സൂചന പോലും കൊടുക്കേണ്ട. ധ്യാൻ അതും അംഗീകരിക്കുകയാണ്. ഞാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളാം. ധ്യാൻ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗീതുവും അതിയായ സന്തോഷത്തിലാണ്. ഗീതുവും സന്തോഷത്തോടു കൂടിയാണ് ഫോൺ വെക്കുന്നത്. ഗീതുവിൻ്റെ മനസ്സിൽ 1000 നക്ഷത്രങ്ങൾ മിന്നി മറയുന്നുണ്ട്. രാവിലെ അവർണയ്ക്ക് കാണാൻ വേണ്ടി കൊടുത്ത അവസരത്തിൽ അവർണയെ കാണാൻ വേണ്ടിയിട്ട് ഗീതു വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേഷ്യത്തോടു കൂടി അവർണികയും ഗീതുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും. അവർണികയും ഗീതുവും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും.